പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? വേളാങ്കണ്ണി പള്ളിയിലാണ്. അപ്പം ഒരു 2 വർഷത്തിന് മുന്നെയാണ് ഞാൻ ഇതിനു മുന്നേ വേളാങ്കണ്ണിയിൽ വന്നിട്ടുള്ളത്. അപ്പം ഇപ്പോൾ വീണ്ടും ഞാൻ ട്രെയിനിൽ ഞാനും മമ്മിയും കൂടി വന്നു. പക്ഷെ വന്ന സമയത്ത് നമുക്ക് ട്രെയിനിൽ നിന്ന് 2 പേര് അങ്കമാലിക്കാരായ 2 ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവർ 2 പേരും. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തൊക്കെ കയറിയിട്ട് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. നേർച്ചയൊക്കെ ഇട്ടു. നേർച്ചയെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ഈ സൈഡിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നതാണ്. നല്ല രസമല്ലേ ഈ പള്ളിയുടെ ഈ സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വെയിലാറിയപ്പോഴാണ് ഭയങ്കര ചൂടായിട്ട് ഒരു രക്ഷയില്ലാത്ത കൊടും ചൂടാണ് ഈ സൈഡിലൊക്കെ. സോ നമ്മളിപ്പം വെയിലൊക്കെ ആറിയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് ആ പള്ളി. ചെരുപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറിയത്. ചെരുപ്പൊക്കെ എല്ലാവരും പഴയ ചെരുപ്പൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേന്നൊക്കെ. ഞങ്ങൾ ആക്ച്വലി ഉച്ചയ്ക്ക് എത്തിയതാണ് വേളാങ്കണ്ണിയിൽ. പിന്നെ പള്ളിയുടെ സ്റ്റേ നോക്കി. പക്ഷേ പള്ളിയുടെ സ്റ്റേനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ പുറത്തുള്ള സ്റ്റേ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് സ്റ്റേ ചെയ്യുന്നതും കൊണ്ട് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടതാണെങ്കിലും പിന്നെയുള്ള യാത്രയിൽ മൊത്തം ഇവർ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. തിരിച്ചു പോകുന്ന ട്രെയിനിലും ഇവർ നമ്മുടെ ട്രെയിനിൽ തന്നെ ആയിരുന്നു. വേറെ വേറെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നേർച്ചകളൊക്കെ ചെയ്ത് ഭയങ്കര വെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ ഒരു 5 മണി 5:30 കഴിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഓരോ കാഴ്ചകളൊക്കെ കാണാനും നേർച്ചകളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങിയത്. പക്ഷേ ആ സമയത്താണെങ്കിലും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ഹ്യൂമിഡിറ്റി ആയിരുന്നു. പള്ളിയിലിപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ അവിടെ പുറകിൽ ആ ഭാഗത്ത് ഒരു എന്താ പറയുക, മുട്ടയിൽ എഴയുന്ന ഒരു നേർച്ചയുള്ള സ്ഥലമുണ്ട്. ഈ വൈകുന്നേര സമയത്ത് മാത്രമേ ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവർ പുറകെ നടക്കുന്നുണ്ട്. ഇതാണ് പള്ളി. ഇതിനകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. നമ്മൾ താഴത്തെ പള്ളിയിലൊന്നും കയറിയപ്പം വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാത്തത്. ഇത് പുറത്തൂടെ നടന്ന് വന്നിട്ട് മുകളിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് വന്നതാണ് നമ്മൾ. ജസ്റ്റ് മുകളിൽ കയറുന്ന നല്ല വ്യൂ ആണ്. അതായത് വേളാങ്കണ്ണി 4 സൈഡിലായിട്ട് ഒരു കുരിശ് പോലെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വൈകുന്നേരം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. പക്ഷെ വൈകുന്നേരം വന്ന ഫോട്ടോസൊക്കെ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുറേ നേരം അവിടെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അപ്പുറത്ത് എന്തോ നടക്കുന്നത് കൊണ്ട് പടക്കം ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവിടെ മുകളിൽ നിന്ന് കുറച്ച് നേരം കണ്ടു. പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇനി നമ്മൾ അവിടെ പോയിട്ട് മുട്ടയിൽ എഴയുന്ന ഒരു സ്ഥലമുണ്ട്, മണൽ വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പുറത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ അടുത്ത്. അപ്പം ഞാനിങ്ങനെ മുട്ടിൽ എഴയാനല്ല, വെച്ചടി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ നടക്കുന്നത് കൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. അവരെല്ലാം 4 പേരും ഈ നേർച്ച കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പതുക്കെ പ്രാർത്ഥിച്ച് ഞാൻ പറയുമ്പോൾ ചൊല്ലിയിട്ടാണ് പോയത്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇനി ബാക്കി അവിടുത്തെ നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചു. ഞങ്ങളപ്പം അടി വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോവുക. ലൈക്ക് അവിടെ നേർച്ചയുണ്ട്. നേർച്ച എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുകുത്തി നടക്കാം, അതുപോലെ തന്നെ അടി വെച്ച് നടക്കാം. അപ്പം ഞാൻ അടി വെച്ച് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് വേളാങ്കണ്ണി ഈ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട്. അങ്ങനെ മുന്നേ നേർന്ന നേർച്ച ഞാനങ്ങ് നടത്തി. അടിവെച്ച് നടന്നു, പ്രാർത്ഥിച്ച് അടിവെച്ച് നടന്നിട്ടുള്ളത്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചാണ് അങ്ങോട്ട് നടന്നു പോയത്. അവിടുന്ന് അങ്ങേറ്റത്തുനിന്ന് മുട്ട ഇഴഞ്ഞിട്ട് ഇവിടെ ആ ഫ്രണ്ട് വരെ വന്നു. അവിടെ നിന്ന് ഇപ്പം നടന്നു മടുത്തു, കാലൊക്കെ വേദനിച്ചിട്ട്. ഇപ്പം കൂടെയുള്ളൊരു ആൻറ്റിക്ക് തൊട്ടി കെട്ടണം. ഇവിടെ ഇങ്ങനെ കുറേ തൊട്ടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളാവാൻ വേണ്ടിയിട്ടൊക്കെ തൊട്ടി തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതൊക്കെ തൊട്ടി കുട്ടികളുണ്ടാക്കാത്തവർക്ക് തൊട്ടി കെട്ടി വെക്കുന്നത് അതൊക്കെ. അപ്പം ഈ ഒരു പള്ളിയിലേക്ക് വന്നു. ഇവരിൻ്റെ അവർ പോണു. അപ്പം അവിടെ പോയിട്ട് അതുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുക. പള്ളിയുടെ ഇവിടെ ഹോളി വാട്ടർ കിട്ടും. അതായത് ഇതുണ്ടോ, ഹോളി വാട്ടർ കിട്ടും. അവർ വാങ്ങാൻ പോയതാ. മാതാവ് എന്താ മാതാവേ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കിണർ കുഴിച്ചിട്ടുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളമാണോ? ആ
അവിടെ കടലിൽ നിന്ന് കയറി വന്നിട്ട് കുടിക്കാൻ വെള്ളം ഉണ്ടാക്കിയത്. മാതാവോ? കിണർ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വെള്ളം കോരി കുടിച്ചു. അവിടുന്ന് വരുന്ന വെള്ളമാണോ ഈ പൈപ്പിൽ വരുന്ന, ടാപ്പിൽ വരുന്ന? ഞങ്ങൾക്ക് കുറേ ഹോളി വാട്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഇവിടെ വാട്ടർ ബോട്ടിൽ ഫോർ ദ ഓപ്പോസിറ്റ് വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെള്ളം കിട്ടും. ഇതേ വെള്ളം കിട്ടി ഒരു ബോട്ടിൽ. എന്തെയും തൊട്ടിൽ കെട്ടിയോ? അയ്യോ, എവിടെ പോവാം കാണാൻ? തൊട്ടിൽ കേട്ടോ. മാതാവിന്റെ മുന്നിൽ തൊട്ടിൽ കെട്ടിയേക്കണേ. ഇവിടെയാ തൊട്ടിൽ കെട്ടിയത്. തൊട്ടിലൊക്കെ കിട്ടായിരുന്നു. സ്വന്തമായിട്ടൊരു കുഞ്ഞുങ്ങളുടെ റിസ്ക് എടുക്കണം. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം 9 മണി 9:30 ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും ടയേർഡായെന്ന് പറഞ്ഞാൽ മതി. നല്ല രീതിയിൽ മടുത്ത എൻ്റെ ഫേസ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. രാവിലെ വന്ന് റെസ്റ്റ് ഒന്നും എടുക്കാണ്ടാണല്ലോ നമ്മൾ പള്ളിയിലേക്ക് വന്നത്. റൂമിൽ വന്നപ്പോഴത്തേക്കും AC കൊണ്ട് കുറച്ചു നേരം വെറുതെ കിടന്നെന്നുള്ളതല്ലാതെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കുളിച്ച് ഫ്രഷായി നേരെ ഇറങ്ങിയതാണ്. ട്രെയിനിൽ നിന്നുള്ള ടയേർഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും പള്ളിയിൽ വരുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഒക്കെയാണ്. ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ദൂരെയുള്ള പള്ളിയൊക്കെ വിസിറ്റ് ചെയ്യണം, പ്രാർത്ഥനയും നേർച്ചയൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നടന്നാണ് വന്നത്. 2 സൈഡിലും ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പം സീസൺ അല്ല, എന്നാൽ പോലും ഒത്തിരി പേര് ഉണ്ടായിരുന്നു. മലയാളീസ് ഉണ്ടായിരുന്നു, ഹിന്ദിക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബീച്ചിൽ അങ്ങോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബീച്ചിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും അവിടെ കാണാനൊക്കെ. ഒത്തിരി 2 വർഷത്തിന് മുന്നേ ആണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട്, പല പല സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട്. 2 സൈഡിലും കടകളുണ്ട്. സമൂസപ്പൂരി. ഞാൻ പറഞ്ഞില്ല അന്ന് വന്നായിരുന്നെന്നാ. അന്ന് വന്നപ്പോൾ താമസിച്ച് എവിടെയാണെന്നറിയോ? ഇത് ഈ വഴി, ആ വഴി. നമ്മൾ സത്യത്തിൽ വേളാങ്കണ്ണിയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി അതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളിപ്പം ബീച്ചിൻ്റെ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യത്തില്ല. ഐ തിങ്ക് നാളെ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് 2 കൂടെ ഒരുമിച്ച് എടുത്തിട്ട് വൈൻഡപ്പ് ആക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ബാഗ് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിയും കണ്ടും നല്ല രസം. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ബീച്ചിൻ്റെ ഇടയിൽ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. മീനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. മമ്മി അവർ പുറകെ വരുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഷെൽസില്ലേ, ഷെൽസിൻ്റെ സാധനങ്ങൾ. പണ്ടേ ഞാൻ മറ്റേ ഇവിടെ പോയിട്ട് വന്നപ്പോഴേ അറിയട്ടോ, ഇത് ഇവിടെ എന്തൊക്കെയോ ഇതുണ്ടോ അവിടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ. ഭാഗം കംപ്ലീറ്റ് മാറി കേട്ടോ. കടൽപ്പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പുലിമുട്ട് വന്നിട്ടുണ്ട്. അത് കടൽപ്പാലം. ഇവിടെ വന്ന് കോൺ മേടിക്കുക. അവൻ്റെ അടുത്തുനിന്ന് കോൺ മേടിക്കുക. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന്. അമ്മയ്ക്ക് എന്താ വേണ്ടേ? നോക്ക് ഗൈസ്, ഒരാളെ കടിക്കാൻ നോക്കുകയായിരുന്നു പെട്ടെന്ന്. ഞങ്ങളത് കഴിച്ചു. ഇവിടെയൊക്കെ ഫിഷിൻ്റെ കടകളാണ്. ഇതെല്ലാം പൂട്ടിയിട്ടേക്കാം. പിന്നെ അങ്ങേറ്റത്ത് 2 കണ്ടു. അവിടെ നോക്കാമെന്ന് വിചാരിച്ചു.
ഊണ് ഭയങ്കര ചൂടായിരുന്നു. ക്ലോസ് ചെയ്തു. ഇപ്പം ആകെ അവിടെ 2 എണ്ണാണ്ട് കാണുക. അവിടെയൊക്കെ തിരക്കും. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയൊക്കെ തന്നെയാണ്. അയ്യടാ, നിങ്ങൾക്ക് വീട്ടിൽ മീനില്ലായിരുന്നോ? അങ്കമാലിക്കാർക്ക് മീനും കിട്ടൂലേ? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മീനുകൾ ചൂസ് ചെയ്തു. ഇത് നമ്മളിവിടെ ഒത്തിരി ഫിഷ് ഇരിപ്പുണ്ട്, അതിൽ കുറേ ചൂസ് ചെയ്തു ഓരോരോ മീനുകൾ. ലിപ്സ്റ്റിക്കൊക്കെ പോയി ഓർഡർ ചെയ്ത മീനൊക്കെ വന്ന് കഴിച്ചു 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 കഴിച്ചു. 40 രൂപയുടെ ചൂടാക്കൂ. 4 ചൂട്. ഏതൊക്കെയോ മീനുകൾ വാങ്ങിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും ഏകദേശം സമയം 10-10:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി റൂമിൽ പോയി കിടന്നുറങ്ങിയാലുള്ളൂ നാളെ രാവിലത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടോ. ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വേറൊരു വീഡിയോ ഉണ്ട്, അത് അടുത്ത പാർട്ട് 2 ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ മുന്നേ വന്നപ്പോൾ കഴിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ കടകളൊന്നും ഇപ്പം ഒത്തിരി കടകളൊന്നും ഇല്ല. ആകെ 2 ഷോപ്പ് മാത്രമാണ് മീനിൻ്റെ ഓപ്പൺ ആയിട്ടുള്ളത്. മേ ബി ലേറ്റ് ആയിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഇതൊക്കെ മാറിയത് കൊണ്ടായിരിക്കും, നമുക്ക് അറിയത്തില്ല. ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. 2 വർഷം മുന്നേ പോയതിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അവിടെ എല്ലാ ഷോപ്സും കടൽപ്പാളം കെട്ടിയിട്ടും അങ്ങനെ ഒരുപാട്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് കുറേ ആയി നമ്മൾ മീനൊക്കെ കഴിച്ചു. തിരിച്ച് റൂമിലേക്ക് നടക്കാം. നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഒന്നെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും